കൊല്ലവും കാർത്തിക്കിനെ തൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വേണമെന്ന് തോന്നാറുണ്ട്. എന്നും ജിമ്മിന് പോകണം, ഒരുപാട് ബുക്സ് വായിക്കണം, മെഡിറ്റേഷൻ ചെയ്യണം, അങ്ങനെയൊക്കെ. അവൻ ഡിസൈഡ് ചെയ്തു ഇതൊക്കെ അവൻ്റെ ഹാബിറ്റാക്കി മാറ്റണമെന്ന്. കുറച്ചു ദിവസം വളരെ കറക്റ്റായിട്ട് പോയി. വളരെ മോട്ടിവേറ്റഡും എക്സൈറ്റഡുമായിട്ട് ഫീൽ ചെയ്തു. ഇതൊക്കെ അവന് വളരെ ഈസി ആയിട്ട് ചെയ്തെടുത്തു. ഇതൊക്കെ ചെയ്യുന്നതിലൂടെ അവന് വളരെ സന്തോഷം ലഭിച്ചിരുന്നു. പക്ഷെ ദിവസങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ അവൻ്റെ ന്യൂ ഹാബിറ്റ്സ് അവന് ബോറിംഗ് ആയി തോന്നി തുടങ്ങി. അവൻ്റെ മുഴുവൻ എക്സൈറ്റ്മെൻറ്റും പോയി. കാർത്തിക് വിചാരിക്കും, കുഴപ്പമില്ല, ഇന്നൊരു ദിവസമല്ലേ, നാളെ മുതൽ ചെയ്തു തുടങ്ങാമെന്ന്. പക്ഷേ പിറ്റേ ദിവസവും എക്സൈറ്റ്മെൻറ്റ് ഒട്ടും തോന്നാത്തതുകൊണ്ട് പിന്നേക്ക് നീട്ടിവെച്ചു. പിന്നെ ഈ കാര്യത്തെക്കുറിച്ച് മറന്നുപോയി. ഇത് കാർത്തിക്കിന് മാത്രം സംഭവിക്കുന്നതല്ല, നമുക്കെല്ലാവർക്കും പറ്റുന്നത് തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത് ഇത്ര ഡിഫിക്കൽട്ട് ആകുന്നത്? വെൽ, വൺ ഓഫ് ദി റീസൺ ഇതാണ്. നമ്മളിൽ ഫോം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഹാബിറ്റ് കുറച്ച് ഓവർലമ്മിങ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു മെൻ്റൽ റെസിസ്റ്റൻസ് ഉണ്ടാവും. തുടക്കത്തിൽ നമ്മളെ വളരെ മോട്ടിവേറ്റഡ് ആയതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്തു തീർക്കാൻ പറ്റുന്നു. ഫോർ എക്സാമ്പിൾ, 1 മണിക്കൂർ ജിമ്മിന് പോകുന്നത് അത്ര ഡിഫിക്കൽട്ടല്ല. കാരണം ഇനീഷ്യൽ മോട്ടിവേഷനാണ് അവിടുത്തെ ഡ്രൈവിംഗ് ഫോഴ്സ്. പക്ഷെ നമ്മൾ മോട്ടിവേറ്റഡ് ആണെങ്കിൽ വളരെ വലിയ എക്സ്പെക്റ്റേഷൻസ് നമ്മളിൽ തന്നെ ഇമ്പോസ് ചെയ്യുന്നു. എന്തൊക്കെ സംഭവിച്ചാലും തീരുമാനമെടുക്കുന്നു. ഡെയിലി ജിമ്മിൽ പോയിട്ട് 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്യുന്നു. പക്ഷെ ഇത് നമ്മുടെ ഹാബിറ്റിൻ്റെ ഭാഗമാവുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ എക്സൈറ്റ്മെൻറ്റ് തീരുന്നു. പിന്നെ 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്യുന്നത് തന്നെ അധികമായി തോന്നും. പിന്നെ പതുക്കെ പതുക്കെ ഇത് നിർത്തുന്നു. എക്സൈറ്റ്മെൻറ്റുമേ റിലൈ ചെയ്തതിനു പകരം നമ്മുടെ ന്യൂ ഹാബിറ്റ് റിയൽ ഹാബിറ്റാക്കി മാറ്റാൻ ശ്രമിക്കണം. ന്യൂ ഹാബിറ്റുമേ ഫോക്കസ് ചെയ്യാനായിട്ടുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഫോർമുലയാണ് 2 മിനിറ്റ് ഫോർമുല. ഇപ്പോൾ ഒരു ഫുൾ ബുക്ക് വായിക്കുവാണ് നമ്മുടെ എയിം, അല്ലെങ്കിൽ 1 മണിക്കൂർ മെഡിറ്റേറ്റ് ചെയ്യുവാണ് നമ്മുടെ എയിം, അല്ലെങ്കിൽ ഒരു 5 കിലോമീറ്റർ ഓടുവാണ് നമ്മുടെ എയിം. ഇത് തുടങ്ങാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ സത്യം പറഞ്ഞാൽ ബുക്ക് വായിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക എന്നീ ടാസ്കുകൾ അത്ര ബുദ്ധിമുട്ടുള്ളതല്ല. നമ്മുടെ ഈ ചിന്തയാണ് ടാസ്കിനെ ബുദ്ധിമുട്ടുള്ളതാക്കുന്നത്. 2 മിനിറ്റ് ഫോർമുലയിലൂടെ നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിന് ഈ മെസ്സേജ് കൊടുക്കുവാണ്, നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന ഹാബിറ്റ് ബുദ്ധിമുട്ടുള്ളതല്ല എന്ന്. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ബിഗ് ടാർഗറ്റിനെ 2 മിനിറ്റ് വേർഷനിലോട്ട് ഒന്ന് ചെറുതാക്കുക എന്നുള്ളതാണ്. 2 മിനിറ്റ് കൊണ്ട് പുതിയ ഗോള് കംപ്ലീറ്റ് ആവില്ല. പക്ഷേ ആ ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വളരെ ഈസി ആയിരിക്കും. കാരണം ഇത് വെറും 2 മിനിറ്റിൻ്റെ കാര്യമല്ലേ. ഫോർ എക്സാമ്പിൾ, നമ്മൾ റീഡിങ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുവാണെങ്കിൽ ഈ 2 മിനിറ്റ് ഫോർമുല യൂസ് ചെയ്ത് നോക്കിയാൽ മതി. 1 പേജ് വായിച്ചാൽ മതി. പക്ഷെ ഡെയിലി 1 പേജ് വായിക്കണം. ഈ 2 മിനിറ്റ് എന്നുള്ളത് കൂടി വരും. ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഈ ചോദ്യം ഉയർന്നിട്ടുണ്ടാവും, 1 പേജ് വായിച്ചുകൊണ്ട് എന്താവാനാണെന്ന്. പക്ഷെ നോക്കൂ, നമ്മുടെ ന്യൂ ഹാബിറ്റ് വളരെയധികം സമയമെടുക്കുന്നതാണെങ്കിൽ നമ്മളത് വെറുത്തു പോകും. നമ്മൾ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആക്ഷൻ 2 മിനിറ്റിൽ ചെയ്യുക എന്നത് വളരെ ഈസിയാണ്. കാരണം ഇപ്പം നമുക്കൊരു മെൻ്റൽ റെസിസ്റ്റൻസ് ഇല്ല. ഇപ്പോൾ ഡാൻസിൽ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള മൂവ്സ് ഒക്കെ ആണെങ്കിൽ നമ്മളത് ചെറിയ ചെറിയ പാർട്സ് ആക്കി ബ്രേക്ക് ചെയ്തിട്ടാണല്ലോ പഠിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ എയിംസിനെയും ചെറിയ ചെറിയ പാർട്സ് ആക്കിയിട്ട് ചെയ്തു തുടങ്ങാം. തുടക്കം ഇല്ലെങ്കിൽ ഒന്നിനും അവസാനമില്ലല്ലോ. നമ്മൾ 2 മിനിറ്റെങ്കിലും പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ ഇത് വളരെ എളുപ്പമായതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിൻ ഇത് ഈസിലി ആക്സെപ്റ്റ് ചെയ്യും. 2 മിനിറ്റ് ഫോർമുലയിലൂടെ നമുക്ക് നമ്മളിൽ തന്നെ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ കഴിയും. ഫോർ എക്സാമ്പിൾ, എനിക്ക് നല്ല ഒരു ഡാൻസർ ആവണമെന്നും എന്നും 2 മിനിറ്റ് പ്രാക്ടീസ് ചെയ്യണം. ഇങ്ങനെ ഗോൾ സെറ്റ് ചെയ്യുന്നത് വളരെ ഈസിയാണ്. കാരണം തുടങ്ങുന്നത് നമ്മൾ ചെറിയ ഗോൾസിലൂടെയാണെങ്കിലും അവസാനം എത്തുന്നത് നമ്മുടെ ആ ബിഗ് ടാർഗറ്റിലോട്ട് തന്നെയാണ്. നമുക്കൊരു സെൻറ്റൻസ് എഴുതാൻ പറ്റില്ലെങ്കിൽ ഒരു ഫുൾ ബുക്ക് എഴുതുക ഇമ്പോസിബിൾ ആണ്. 2 മിനിറ്റ് എക്സസൈസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഫിറ്റ് ആവാൻ ഒരിക്കലും പറ്റില്ല. 1 പേജ് വായിക്കുന്നത്, 2 മിനിറ്റ് നടക്കുന്നത് ഒക്കെ ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ ഭേദമാണല്ലോ. ഫ്രണ്ട്സ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ത് ചെയ്യുന്നു അത് നമ്മുടെ റിയൽ ഹാബിറ്റ്സ് ആക്കി മാറ്റാനാണ് നമ്മളിത് ചെയ്യുന്നത്. ഇവഞ്ച്വലി ഒരു വേർഡിൽ നിന്നാണല്ലോ ഒരു സെൻറ്റൻസ് ഉണ്ടാകുന്നത്. സെൻറ്റൻസിൽ നിന്നാണല്ലോ പാരഗ്രാഫ് ഉണ്ടാകുന്നത്. പാരഗ്രാഫിൽ നിന്നാണല്ലോ ചാപ്റ്റേഴ്സ് ഉണ്ടാകുന്നത്. ചാപ്റ്റേഴ്സിൽ നിന്നാണല്ലോ പുസ്തകം ഉണ്ടാകുന്നത്. എന്തായാലും നമ്മൾ തുടങ്ങേണ്ടത് ആ വേർഡിൽ നിന്ന് തന്നെയാണല്ലോ. ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് തന്നെ എക്സാമ്പിൾ തരാം. ഞാൻ എങ്ങനെ 2 മിനിറ്റ് റൂൾ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്തുവെന്ന്. മുമ്പ് എനിക്ക് പെയിൻറ്റ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ആദ്യത്തെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് പെയിൻറ്റിങ് തുടങ്ങി. പക്ഷെ പിന്നീട് എക്സൈറ്റ്മെൻ്റ് ഒക്കെ പോയപ്പോൾ എനിക്ക് ബോറിംഗ് ആയി തോന്നി തുടങ്ങി. പിന്നെ പതുക്കെ ഇത് നിർത്തി.
ഒരു വലിയ ടാർഗറ്റ് വെച്ചതുകൊണ്ടായിരിക്കും ഇത് തുടങ്ങാതെ പോയത്. അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ ദിവസവും ഫിക്സ്ഡ് ടൈമൊന്നും ഇല്ലാതെ അറ്റ്ലീസ്റ്റ് 2 മിനിറ്റ് പെയിൻറ് ചെയ്യാൻ തുടങ്ങി. ഒരു 2 മിനിറ്റ് ചെയ്യുന്നത് വളരെ ഈസിയാണല്ലോ. ഇത് വളരെ ഈസിലി ഒരു ഹാബിറ്റായി മാറി. പിന്നെ 2 മിനിറ്റ് ചെയ്യുന്നത് വളരെ ഈസി ആയതുകൊണ്ടും ഒന്നും ആവാത്തതുകൊണ്ടും കൂടുതൽ സമയം ചെയ്യാൻ തുടങ്ങി. നിങ്ങളൊരു ന്യൂ ഹാബിറ്റ് ഫോം ചെയ്യാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ എങ്കിൽ 2 മിനിറ്റ് ഫോർമുല യൂസ് ചെയ്ത് നോക്ക്. ഏത് പെർഫെക്റ്റ് ഹാബിറ്റ് തുടക്കത്തിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം അതിനെ ചെറുതാക്കി ഡെയിലി ചെയ്യുക. അങ്ങനെയാണ് നമ്മുടെ ഈ ഹാബിറ്റ് ഒരു ആക്ച്വൽ ഹാബിറ്റ് ആക്കുന്നത്. കുറവ് സമയം ചെയ്യുന്നത് ഒട്ടും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ. ആദ്യം 2 മിനിറ്റിൽ തുടങ്ങുക. പിന്നീട് നമ്മുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ടൈം നമുക്ക് തന്നെ കൂടുതൽ വേണമെന്ന് തോന്നും. ഒരു പുതിയ ഹാബിറ്റ് തുടങ്ങുക ഏറ്റവും എളുപ്പമായിരിക്കുക നമ്മുടെ കൂടെ ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിലാ. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ കാണിച്ചു കൊടുത്തുകൊണ്ട് അവരുമായി ഈ 2 മിനിറ്റ് ഹാബിറ്റ് ചാലഞ്ച് ചെയ്യാം. ഇത് ഓർത്തു വെക്കുക. നിങ്ങൾക്കൊരു ടാലൻറ്റ് ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലോ അതിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ആദ്യം തുടങ്ങി വെക്കുക. പിന്നീട് അതിനെ പതുക്കെ പതുക്കെ വളർത്തിയെടുക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.